വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന് ചായ ഇട്ടു. റസ്ക് ഉണ്ടായിരുന്നു. ഞാനും അപ്പവും കൂടെ ചായയും റസ്ക്കും കഴിക്കുക. ഒട്ടും ഇതൊന്നും കഴിക്കത്തില്ല. ഗേറ്റിൻ്റെ അവിടെ പോയിരിക്കും ആരാണ്ടെ പേടിപ്പിക്കാൻ, വഴികൂടെ പോകുന്നവരെയൊക്കെ. അവന് ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രധാന ജോലി അത് അഴിച്ചു വിട്ടാൽ. ഇവൻ പിന്നെ ഞാൻ എന്ത് കഴിക്കുന്നതെന്ന് നോക്കി പിന്നാലെ നടന്നോളും. അതിപ്പോൾ ഞാനെന്നല്ല, അച്ഛയോ മോനും ചേട്ടൻ മോനോ ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഏറ്റവും മൂലം വാങ്ങി തിന്നുകൊണ്ടിങ്ങനെ ഇരിക്കും. അപ്പം ഞങ്ങൾ ചായയും റസ്ക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുട്ടുവിൻ്റെ ഫുഡ് കൊടുത്തു, അപ്പൂനും ഫുഡ് കൊടുത്തു. രണ്ടുപേരും കഴിച്ചു. ആരെയും പോയി അതിൻ്റെ ബഹളമാക്കിയേക്കുന്നു. ഇതിനാരെങ്കിലും ബൈക്കിലോ സൈക്കിളിലോ പോകുന്നുണ്ട ഭയങ്കര ബഹളമാണ്. അവരെ വിടത്തില്ല. അപ്പു ആരാന്ന് നോക്കാൻ ഓടി മേളിൽ കയറിയതാണ്. താഴെ നിന്ന് ബഹളം വെച്ചാൽ ഞാൻ വഴക്ക് പറയും. അപ്പോൾ അവൻ നേരെ മേളിൽ കയറിപ്പോവും. പിന്നെ അവിടെ നിന്നാണ് നോട്ടം. എന്നിട്ട് നോക്കി കുരയ്ക്കും. അതും അപ്പു കുരച്ചാൽ ഭയങ്കര ബാസ് സൗണ്ടാണ്. അങ്ങനെ പേടി വരും കേട്ടാ. ഇത് പിന്നെ കുഞ്ഞായതുകൊണ്ട് ഒരു കീക്കുന്ന സൗണ്ടേ ഉള്ളൂ. പിന്നെ രാത്രി കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടു. കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ദോശ ചുട്ടു കഴിച്ചു. കിടക്കാൻ വന്നപ്പോൾ ഉള്ള പരിപാടിയാണ് ഇത്. പിന്നെ സ്ഥിരം ഡ്യൂട്ടി അവൻ്റെ. ബെഡ് വിരിച്ച ഉടനെ അതേ കിടന്ന് വിളിച്ച ഒരു ബഹളം. പിന്നെ ഇറങ്ങി താഴെ കിടക്കും. ഇത്തിരി നേരം ഒരു ബഹളമൊക്കെ കാണിച്ചാൽ പിന്നെ ഇറങ്ങി താഴെ കിടന്ന് രണ്ടുപേരും എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞു.